ഫ്രണ്ട്സ്, ഈ കഥയുടെ തുടക്കത്തിൽ കാണിക്കുന്ന ഈ പയ്യന്റെ പേരാണ് ഇന്ദ്രൻ. എന്തോ ശബ്ദം കേട്ട് അവൻ പെട്ടെന്ന് എണീറ്റ് വന്ന് നോക്കുകയാണ്. അവിടെ ഒരു ഡെഡ് ബോഡി കിടക്കുന്നു. അതിന്റെ മുഖം കണ്ട് ശരിക്കും അവൻ അതിശയിച്ചു പോയി. അവന്റെ രൂപം തന്നെയായിരുന്നു. പെട്ടെന്ന് അവൻ ഞെട്ടി എണീക്കുകയായിരുന്നു. അതൊരു സ്വപ്നമായിരുന്നു. ഒരു പോലീസ് ഓഫീസറാണ്. അവൻ ഇപ്പൊ സസ്പെൻഷനിലാണ്. അതിനുശേഷം അവൻ ഭയങ്കര മദ്യപാനിയുമാവുകയാണ്. പെൺകുട്ടിയുടെ പേരാണ് കയൽ. ഇവളാണ് അവന്റെ ഭാര്യ. സസ്പെൻഷൻ പിൻവലിക്കാൻ വേണ്ടി അവൻ ഇന്നും കമ്മീഷൻ ഓഫീസിൽ ചെല്ലുമായിരുന്നു. പക്ഷേ ഓഫീസർ അവനെ കാണാൻ കൂട്ടാക്കിയില്ല. അതിന്റെ വിഷമം കാരണം പിന്നെയും അവനൊരു മദ്യപാനി ആവുകയായിരുന്നു. അങ്ങനെ ഒരു ദിവസം അവൻ രാവിലെ എണീറ്റ് നോക്കുമ്പോൾ അവനൊന്നും കാണാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അവന്റെ കാഴ്ചശക്തി പോയിരുന്നു. അങ്ങനെ പെട്ടെന്ന് തന്നെ അവനെ ഹോസ്പിറ്റലിൽ എത്തിച്ചു. ഡോക്ടർ പറയുന്നുണ്ടായിരുന്നു അവനിനി ഒരേ ഒരു മാർഗ്ഗമേ ഉള്ളൂ, കോർണിയൽ ട്രാൻസ്പ്ലാന്റേഷൻ. അതിന്റെ വിഷമത്തിൽ അവർ വീട്ടിൽ പോവുകയായിരുന്നു. അടുത്ത സീനിൽ കാണിക്കുന്ന ഈ മനുഷ്യന്റെ പേരാണ് രഘു. ഇവനിരുന്ന് തിയേറ്ററിൽ ആസ്വദിച്ച് സിനിമ കാണുകയാണ്. വേറൊരു പെണ്ണും ഒരാളും കൂടി ചേർന്ന് കുറെ സമയമായി സംസാരിക്കുന്നുണ്ടായിരുന്നു. അവരുടെ സംസാരം അയാൾക്ക് വല്ലാതെ ശല്യമാവുന്നുണ്ടായിരുന്നു. അയാൾക്ക് ദേഷ്യവും പിടിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അയാൾ ആദ്യം ഒന്നും മിണ്ടാൻ കൂട്ടാക്കിയില്ല. അങ്ങനെ അവനും ഇറങ്ങിപ്പോയി തിയേറ്ററിൽ നിന്ന്. പക്ഷെ ആ ആൾ അവന്റെ ഫോൺ വെച്ച് മറന്നിട്ടുണ്ടായിരുന്നു. അത് റിങ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് കേട്ടപ്പോൾ പിന്നെയും ദേഷ്യം വന്നു. തിയേറ്ററിൽ നിന്ന് ഇറങ്ങി റെസ്റ്റ് റൂമിൽ ചെല്ലുകയാണ് അയാളെ അന്വേഷിച്ച്. അവനെ ഒരുപാട് ഉപദ്രവിച്ചു. അതിനുശേഷം അവനെ കൊല്ലുകയും ചെയ്തു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം പോലീസുകാർ വെട്ടിമാറ്റിയ കൈ ബസ്സിൽ നിന്നും കിട്ടുകയാണ്. അങ്ങനെ അവർ ബോഡി അന്വേഷിച്ച് പോവുകയാണ്. ആ പയ്യന്റെ ആയിരുന്നു ആ ബോഡി. ബാക്കി ബോഡി തിയേറ്ററിൽ നിന്ന് കിട്ടുകയും പോലീസ് അന്വേഷണത്തിന്റെ ഭാഗമായി കുറെ പേരെ ചോദ്യം ചെയ്തു. അങ്ങനെ രണ്ട് പയ്യന്മാർ തിയേറ്ററിലുള്ളത് പറയുന്നുണ്ടായിരുന്നു. രാഘവൻ എന്ന് പറയുന്ന അവനെ കണ്ടിട്ടുണ്ടായിരുന്നു എന്ന്. അങ്ങനെ അവന്റെ അടയാളങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുകയാണ്. സമയം തന്നെ ഇന്ദ്രൻ തനിക്ക് സസ്പെൻഷൻ കിട്ടാനുള്ള കാരണം ഓർത്ത് ഇങ്ങനെ വിഷമിക്കുകയാണ്. ഈ സമയത്ത് ഒരു ദിവസം അവൻ മദ്യപിച്ച് അവൻ ഒരാളെ ഇടിക്കുകയും ചെയ്തു. ഈ വീഡിയോ എല്ലാവരും സോഷ്യൽ മീഡിയയിൽ പകർത്തുകയും ചെയ്തു. അങ്ങനെയാണ് അവന് സസ്പെൻഷൻ കിട്ടിയത്. ഇതെല്ലാം ഓർത്തിട്ട് അവന് സഹിക്കാൻ പറ്റാത്ത വേദന ഉണ്ടാവുകയും ഭാര്യ അയാളെ ഒരുപാട് സമാധാനിപ്പിച്ചു. അയാളുടെ ദുഃഖ സമയത്ത് അയാളുടെ കൂടെ തന്നെ നിന്നു. അവൾ കാണിക്കുന്ന സീനിൽ ഒരു പെൺകുട്ടി പതിയെ നടന്നു വരികയാണ്. പക്ഷെ ആ പെൺകുട്ടി മരണപ്പെട്ടു. ആ പെൺകുട്ടിയുടെ മരണ കാരണത്തെപ്പറ്റി പോലീസ് ചോദിക്കുകയാണ് പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ. അപ്പോൾ പറയുകയാണ് നേരത്തെ ചെയ്ത പോലെ തന്നെയുള്ള കൊലപാതകം തന്നെയാണ്, കൈ മാത്രം മുറിച്ചു മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം പിന്നെ ഇന്ദ്രന്റെ കുടുംബത്തെ തന്നെയാണ് കാണിക്കുന്നത്. അത്രേ അവൻ ഭാര്യയെ നോക്കുമ്പോൾ അവളെ അവിടെയൊന്നും കാണുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അവൻ എങ്ങനെയൊക്കെയോ ഹാളിലെത്തി നോക്കിയപ്പോൾ അവളുടെ കാൽ അവന്റെ മുഖത്ത് തട്ടുന്നുണ്ടായിരുന്നു. അവളെ കൊന്നിട്ട് കെട്ടി തൂക്കിയതായിരുന്നു. ആ ഫ്ലാറ്റിൽ മുഴുവനായിട്ട് വന്ന് അന്വേഷിക്കുന്നുണ്ട്. CCTV ക്യാമറകളെല്ലാം ചെക്ക് ചെയ്യും. അവളെ കൊന്നേന്നുള്ളതിന് ഒരു അറിവും കിട്ടുന്നുണ്ടായിരുന്നില്ല. അവനെയും ചോദ്യം ചെയ്യുന്നുണ്ടായിരുന്നു അവനാ കൊന്നതെന്ന് പറഞ്ഞ്. അവൻ ഇനി ഒരു ആശ്രയം ഇന്ദ്രന്റെ കൂട്ടുകാരനായ അർജുനാണ്. അവനും പോലീസിൽ തന്നെയാണ്. അവർ രണ്ടുപേരും കൂടി റൂമിലെത്തി ഇതെല്ലാം അന്വേഷിക്കാൻ തീരുമാനിച്ചു. അവർ ഒരു ഇൻവെസ്റ്റിഗേഷന് ഇറങ്ങുകയായിരുന്നു. ആദ്യം അവർ പോയത് തിയേറ്ററിൽ മരണപ്പെട്ട അയാളുടെ കൂടെ ഉണ്ടായിരുന്ന ആ സ്ത്രീയെ തപ്പിയാണ്. അങ്ങനെ അവരെ നേരിട്ട് കണ്ട് അവർ സംസാരിക്കുകയാണ്. അവരോട് ചോദിച്ചപ്പോൾ അയാൾക്ക് വേറെ ശത്രുക്കൾ ഉള്ളതായിട്ടൊന്നും അറിയില്ല. അവൾ വെറും ഒരു സെക്സ് വർക്കർ ആണെന്ന് മാത്രമാണ് പറഞ്ഞത്. വാദത്തിന്റെ വേറൊരു തുമ്പ് കിട്ടുമോ എന്ന് നോക്കാൻ വേണ്ടി രണ്ടാമത് കാണാതായ പെൺകുട്ടിയുടെ വീട് അന്വേഷിച്ച് പോവുകയാണ്. അവളുടെ ഫോണിൽ നിന്ന് അവസാനമായി കോള് പോയ കൂട്ടുകാരിയെ അന്വേഷിച്ച് പോവുകയാണ്. അവസാനമായി വിളിച്ചപ്പോൾ നല്ല ഹാപ്പി ആയിട്ടാണ് സംസാരിച്ചത്. ഒരു കുഴപ്പവും ഇല്ലായിരുന്നു. എന്തെങ്കിലും അറിവ് കിട്ടുവാണെങ്കിൽ ആ പെൺകുട്ടി പറയാമെന്ന് പറയുകയും ചെയ്തു അവരോട്. അതുപോലെ തന്നെ രഘു ഒരു ദിവസം ബാറിൽ വെച്ചും അടിയുണ്ടാക്കുകയാണ്. അവിടെ ഒരാൾ അവനെ എതിർത്തപ്പോൾ അവൻ ശരിക്കും അവനെ ഉപദ്രവിച്ചു. അതിനുശേഷം കൊല്ലുകയും ചെയ്തു. കേസിന്റെ കുറ്റത്തിൽ രഘുവിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ ആ കോൺസ്റ്റബിൾ അയാളെ ഒരുപാട് ഉപദ്രവിച്ചു. അതിനുശേഷം അവനെ അവിടുന്ന് വിടുകയും ചെയ്തു. കോൺസ്റ്റബിൾ തന്നെ ഉപദ്രവിച്ചതിന് അയാളെ കൊല്ലാനുള്ള പ്ലാൻ തയ്യാറാക്കുകയായിരുന്നു അവൻ. അയാൾ വണ്ടിയിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നുണ്ടായിരുന്നു. ആരോ അയാളെ പിന്തുടരുന്ന പോലെ തന്നെ രഘു അയാളെ അടിച്ചു വീഴ്ത്തുകയും ചെയ്തു. എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ടിട്ട് അയാൾ വിളിച്ചു പറയുകയായിരുന്നു നമ്മുടെ മെയിൻ പോലീസുകാരനായ നമ്മുടെ അർജുനെയായിരുന്നു. കോൺസ്റ്റബിൾ പറഞ്ഞ സ്ഥലത്തേക്ക് ഇന്ദ്രനും അർജുനും വരുന്നുണ്ടായിരുന്നു. അവർ രണ്ടുപേരും അവനെ കീഴടക്കി പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയാണ്. അവനാണ് ഇതിന്റെയൊക്കെ പുറകിലെന്ന് അവർക്കറിയാമായി. അവനെ കുറ്റം സമ്മതിപ്പിക്കാൻ നോക്കുകയാണ്. എല്ലാ പെൺകുട്ടികളുടെ ഫോട്ടോയും വെച്ച് കാണിച്ചു. നീ ഇവരെ എല്ലാം കൊന്നിട്ടുണ്ടല്ലേന്ന്. ഞാൻ എല്ലാവരെയും കൊന്നിട്ടുണ്ട്. ഇവരെ എല്ലാം ഒരേ രീതിക്ക് തന്നെ ഞാൻ കൊന്നിട്ടുള്ളതെന്നും പറയുകയാണ്. പക്ഷെ ആ സമയമാണ് ഇന്ദ്രന്റെ ഭാര്യയുടെ ഫോട്ടോ അവൻ ശ്രദ്ധിക്കുന്നത്. അവൻ പറയുകയാണ് ഞാൻ ഈ പെൺകുട്ടിയെ കൊന്നിട്ട് ഭാര്യയെ കൊന്നത് ഇയാളല്ല എന്നുള്ള തിരിച്ചറിവിൽ അവൻ വീട്ടിൽ ഇനി എന്ത് ചെയ്യണം എന്നറിയാതെ കരയുകയായിരുന്നു. പക്ഷെ ആ വീട്ടിൽ അവൻ അറിയാതെ ഒരാൾ കൂടി താമസിക്കുന്നുണ്ടായിരുന്നു. അറിയാതെ തന്നെ പിറ്റേ ദിവസം രഘുവിനെ കാണാൻ ജയിലിലേക്ക് പോവുകയായിരുന്നു അവൻ ഉറപ്പിച്ചു പറയുകയാണ് തന്റെ ഭാര്യയെ കൊന്നത് ഞാനല്ല എന്ന്. പോലീസിന്റെ അന്വേഷണം ഊർജിതമാക്കുകയായിരുന്നു. നേരത്തെ ഇവരുടെ വീട്ടിൽ ഒരു വേലക്കാരി ഉണ്ടായിരുന്നു. അവരുടെ പേരാണ് പവിത്ര. ഇവളുടെ മരണശേഷം പിന്നെ പവിത്രയെ കണ്ടിട്ടില്ല എന്ന് മനസ്സിലായി. ആ സമയം തന്നെ ഇന്ദ്രൻ മനസ്സിലാക്കി തന്റെ വീട്ടിൽ താൻ അറിയാത്ത ആരോ ഉണ്ടെന്ന്. സംഘവും പവിത്രയുടെ വീട് അന്വേഷിച്ച് പോവുകയാണ്. അവിടെ ആരെയും കാണുന്നുണ്ടായിരുന്നില്ല. ആ സമയം തന്നെ കാഴ്ചയില്ലാതെ ഇന്ദ്രൻ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുകയാണ്. അയാൾ ഇവനെ തന്നെ ഉപദ്രവിക്കാൻ നോക്കുകയായിരുന്നു. പവിത്ര മരിച്ചിട്ടുണ്ടായിരുന്നു. സ്ക്വാഡിന്റെ സഹായത്തോടെ പവിത്രയുടെ മരണസ്ഥലം കണ്ടുപിടിക്കുകയും എങ്ങനെയാണ് മരണപ്പെട്ടത് അവിടെ കഥയാണ് പിന്നെ കാണിക്കുന്നത്. പവിത്ര ഒരു കോളനിയിൽ താമസിക്കുന്ന കുട്ടി പവിത്രയെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടായിരുന്നു. പവിത്രയ്ക്കും അവനെ ഇഷ്ടം. ഇന്ദ്രന്റെ വീട്ടിലെ ജോലിക്കാരിയായിരുന്നു. എന്നും ഇന്ദ്രനും ഭാര്യയും ജോലിക്ക് പോയി കാണാൻ ഫ്ലാറ്റിൽ വരുമായിരുന്നു. അവൾ പല പ്രാവശ്യം വിലക്കിയിട്ടുണ്ട്. എന്നാലും അവൻ വരികയായിരുന്നു. അന്നൊരു ദിവസം അവൻ താലിമാലയുമായി അവളെ കാണാൻ വരികയായിരുന്നു. പതിവിലും നേരത്തെ ഇന്ദ്രൻ വരുന്നുണ്ടായിരുന്നു. അന്ന് ഇന്ദ്രന് സസ്പെൻഷൻ കിട്ടിയ ദിവസമായിരുന്നു. അവൻ വല്ലാത്ത ദേഷ്യത്തിലായിരുന്നു.
അവിടെ ഒരു കബോർഡിൽ ഒളിച്ചിരിക്കുകയായിരുന്നു. ആ സമയം തന്നെ ഇന്ദ്രൻ പറയുകയാണ്, നീ എനിക്ക് മദ്യം എടുത്തിട്ട് വരാൻ. നീ തട്ടി ആ കുപ്പി പൊട്ടുകയും ചെയ്തു. ആ ദേഷ്യത്തിൽ അവൻ അവളെ അടിച്ചു. അങ്ങനെ അവൾ വീണ് തലയിടിച്ചു മരിക്കുകയും എന്ന് കരുതിയായിരുന്നില്ല അവനത് ചെയ്തത്. ഇതെല്ലാം മുരുകൻ കബോർഡിൽ ഇരുന്ന് കാണുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അവനും ഭാര്യയും ചേർന്നിട്ടായിരുന്നു ആരും അറിയാതെ അവളെ കുഴിച്ചിട്ടത്. ഞാൻ താൻ കാണുന്നുണ്ടായിരുന്നെന്ന് മുരുകൻ ഇന്ദ്രനോട് പറയുകയാണ്. അതിനുള്ള ശിക്ഷയാണ് നീ അനുഭവിക്കുന്നത്. നിന്റെ ഭാര്യയെ കൊന്നത് ഞാനാണെന്ന് പറയുകയാണ് അവൻ.